ഹലോ, ഇന്ന് റിപ്പയറിങ്ങിനായി കിട്ടിയിട്ടുള്ളത് പോക്കോ M3 എന്ന് പറയുന്ന ഈ ഒരു മോഡലാണ്. കംപ്ലൈൻറ്റ് ഫേക്ക് ചാർജിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ചാർജർ കണക്ട് ചെയ്തിട്ടുണ്ട്. ചാർജർ കണക്ട് ചെയ്യുമ്പോൾ ചില സമയത്ത് തീരെ ചാർജ് കയറുന്നില്ല. ചിലപ്പോൾ നമ്മൾ ഈ കണക്ടറിൻ്റെ ഈ ഒരു ഭാഗം പ്രസ് ചെയ്ത് കൊടുത്താലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ചാർജിങ്ങിൻ്റെ ലോഗോ വരുന്നുണ്ട് ചില സമയങ്ങളിൽ കേട്ടോ. ഇപ്പോൾ ഞാൻ പ്രസ് ചെയ്യുമ്പോൾ ഒന്നും കാണുന്നില്ല. ചിലപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും, ചാർജിങ്ങിൻ്റെ ആംബിയർ എടുത്തിട്ട് ചാർജ് കയറും. പക്ഷെ എന്നാലും ഫേക്ക് ചാർജിങ് ആയിരിക്കും, ശരിക്കും അങ്ങോട്ട് കയറൂല. അപ്പോൾ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഫോൺ ഞാൻ ടേബിളിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുകയാണ്. കണ്ടോ, പ്രസ് ചെയ്തപ്പോൾ 0.6 ആംബിയർ എടുത്തു. സ്ക്രീനിൽ പോക്കോ എന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുമ്പോൾ ചാർജ് കയറുന്നതായിട്ട് ആ ഒരു സിമ്പിൾ ലോഗോ നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പവർ സപ്ലൈ മീറ്ററിൽ ആ ഒരു ഫസ്റ്റിലെ കേബിളാണ് കേട്ടോ, 1 എന്ന് പറയുന്ന നമ്പർ, അതിൽ ആംബിയർ 0 ആണ് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് കംപ്ലൈൻറ്റ്. ഇത് ഓണാക്കി കഴിഞ്ഞാലും ഓഫാക്കി കഴിഞ്ഞാലും ഒക്കെ ഇതാണ് അവസ്ഥ. അതുപോലെ തന്നെ ആ ഒരു പോർഷനിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴാണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, ചാർജ് കയറുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്നുള്ളത് നമുക്കൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ചാർജിങ് കണക്ടറിൻ്റെ ആ ഒരു കണക്ഷൻസിലെ എല്ലാ വാല്യൂസ് ഉണ്ടോ നോക്കാം. അതായത് ഫേക്ക് ചാർജിങ് വരാനുള്ളൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ DMDP മിസ്സാവുക, അല്ലെങ്കിൽ CC1 CC2 എന്ന് പറയുന്ന കണക്ഷൻസ് മിസ്സാവുക. ഇപ്പോൾ ഇതിൽ ചെക്ക് ചെയ്യുമ്പോൾ DMDP ഇത് രണ്ടിലും നമുക്ക് വാല്യൂ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്യുന്നത് CC1 അതിൽ നമുക്ക് വാല്യൂ ഓയിലാണ് വരുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് CC2 എന്ന് പറഞ്ഞ പോയിൻ്റ് ഉണ്ട്, അതിൽ ചെക്ക് ചെയ്യുമ്പോഴും നമുക്ക് വാല്യൂ ഓയിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 2 കണക്ഷൻ ഇതിൽ മിസ്സിംഗ് ആണ്. ഈ 2 കണക്ഷൻ മിസ്സിംഗ് ആയി കഴിഞ്ഞാൽ എന്തായാലും ഫേക്ക് ചാർജിങ് വരും. അപ്പോൾ നമുക്കിത് എവിടെയാണ് മിസ്സായിട്ടുള്ളതെന്ന് നോക്കാം. ബോർഡിൻ്റെ ആ ഒരു പോർഷനിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ റെസിസ്റ്റർ വരുന്നുണ്ട്. ആ റെസിസ്റ്ററിൽ നിന്നാണ് അപ്പുറത്തുള്ള പോയിന്റിലേക്ക് കണക്ഷൻ വരുന്നത്, നമ്മുടെ കണക്ടറിലേക്ക്, ആ ഒരു സബ് ബോർഡിലേക്ക് കണക്ട് ചെയ്യേണ്ട ആ ഒരു കണക്ടറിലേക്ക്. അപ്പോൾ നമുക്ക് ആ ഒരു റെസിസ്റ്ററിൽ വാല്യൂ ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ റെസിസ്റ്ററിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റെസിസ്റ്ററിൽ നമുക്ക് 600 സംതിങ് വാല്യൂ ഉണ്ട്. 2 റെസിസ്റ്ററിലും വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ബോർഡിൻ്റെ ഈ ഒരു പോർഷനിലല്ല നമുക്ക് കംപ്ലൈൻറ്റ് കാണുന്നത്. നമുക്ക് ബോർഡിൽ നമ്മുടെ മെയിൻ കണക്ടറിലേക്കുള്ള ആ ഒരു വേ ആണ് മിസ്സായിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ആ ഒരു കണക്ടറിൻ്റെ അവിടെ ടെസ്റ്റ് പോയിൻ്റ് ഉണ്ട്, അവിടെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയിട്ട് വാല്യൂ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് ടെസ്റ്റ് പോയിൻറ്റിൻ്റെ ആ ഒരു ഏരിയ നല്ലോണം പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് വാല്യൂ ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നോർമലി ചെക്ക് ചെയ്യുമ്പോൾ എന്തില്ല, വാല്യൂ നമുക്ക് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഒരു പോർഷൻ എന്ത് ചെയ്യുക, ഞാൻ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ റെഡ് പ്രോബ് ഞാൻ ഗ്രൗണ്ടിൽ വെച്ചതിന് ശേഷം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നോർമലി വെക്കുമ്പോൾ നമുക്ക് വാല്യൂ ഒന്നും വരില്ല. ഓക്കെ, കണ്ടോ, പ്രസ് ചെയ്തപ്പോൾ അപ്പുറത്തെ റെസിസ്റ്ററിൽ വന്ന അതേ വാല്യൂ വരുന്നുണ്ട്. അത് ആ ഒരു 2 പോയിന്റിലും തന്നെയാണ് അവസ്ഥ. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കണക്ടറിൻ്റെ ഭാഗം പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ചാർജ് കയറുന്നത്. കൈയെടുത്താൽ പിന്നെ വീണ്ടും ഫേക്ക് ചാർജിങ്ങിലേക്ക് പോകുന്നത് ഈ ഒരു റീസൺ കൊണ്ടാണ്. അപ്പോൾ ഇതിൽ ഒന്നുകിൽ നമുക്ക് ഈ ബോർഡിൻ്റെ ഈ ഭാഗത്ത് കട്ടായതായിരിക്കും കണക്ഷന്, അല്ലെങ്കിൽ ബോർഡിൻ്റെ അപ്പുറത്ത് കട്ടായതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ബോർഡിൽ അവിടെ നിന്ന് സ്ക്രാച്ച് ചെയ്തിട്ട് വരുന്ന കണക്ഷനിൽ വാല്യൂ ഉണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ CC1 എന്ന് പറയുന്ന പോയിൻ്റ്. അതിലേക്ക് കണക്ഷൻ വരുന്നൊരു ഭാഗമാണ് അവിടെ ചെറിയൊരു ഡോട്ട് പോലെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ചെയ്യാണ്, ബ്ലേഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്തതിൻ്റെ ശേഷം നമുക്കവിടെ വാല്യൂ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു പോയിൻ്റ് ആണ്, ആ പോയിന്റിൽ ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാണ് വാല്യൂ ഉണ്ടോയെന്ന് കേട്ടോ. ഇപ്പോൾ അവിടെ ചെക്ക് ചെയ്യുമ്പോൾ വാല്യൂ കാണുന്നില്ല, മൾട്ടിമീറ്റർ കാണിക്കുന്നില്ല എന്നുള്ളൂ. പക്ഷേ ചെക്ക് ചെയ്യുമ്പോൾ വാല്യൂ ഇല്ല. പക്ഷേ പ്രസ് ചെയ്യുമ്പോൾ വീണ്ടും വാല്യൂ വരുന്നുണ്ട്. ഞാൻ ബ്ലേഡ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ചെക്ക് ചെയ്യാൻ, കാരണം അത്രയും മൈന്യൂട്ട് പോയിൻ്റ് ആയതുകൊണ്ട് മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് അവിടെ വെക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങോട്ട് കണക്ഷൻ വരുന്നത് ബോർഡിൻ്റെ ഇപ്പുറത്ത് നമുക്ക് 2 പോയിൻ്റ് ഉണ്ട്. ആ 2 പോയിൻ്റിൽ നിന്നാണ് അപ്പുറത്തേക്ക് എന്ത് ചെയ്യുന്നത്, കണക്ഷൻ വരുന്നത്. ഇവിടെ കണ്ടോ 2 പോയിൻ്റ് നിങ്ങൾക്ക് കാണാം, ആ റെസിസ്റ്ററിൻ്റെ നേരെ പുറത്തായിട്ട് ആ 2 പോയിൻ്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, അപ്പുറത്തേക്ക് കണക്ഷൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം കൂടെ ഒന്ന് സ്ക്രാച്ച് ചെയ്തിട്ട് ഇവിടെ അതുപോലെ അടിയിലേക്ക് ആ ഒരു അപ്പുറത്തേക്ക് പോകുന്ന കണക്ഷൻ്റെ ഭാഗം ഉണ്ടാവുമല്ലോ, അവിടെ വാല്യൂ ഉണ്ടോ എന്നും കൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ,
അപ്പോൾ ഇവിടെയും സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ആ സ്ക്രാച്ച് ചെയ്തിട്ട് കണ്ട ആ പോയിൻറ്റും മുകളിലെ പോയിൻറ്റും തമ്മിൽ ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മൾ അപ്പുറം പോയിട്ട് വീണ്ടും ചെക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ വാല്യൂ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വാല്യൂ കാണുന്നില്ല. അപ്പോൾ അണ്ടർ ലെയറിലാണ് മിസ്സിങ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഒരേ ഒരു സൊല്യൂഷൻ തന്നെ ജമ്പർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ ജമ്പർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ ജമ്പർ ചെയ്ത് ആ 2 കണക്ഷൻ നമ്മൾ ജമ്പർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചാർജർ കണക്ട് ചെയ്ത് നോക്കാം. നമ്മൾ പ്രസ് ചെയ്യാതെ തന്നെ ശരിക്കും ചാർജ് കയറോ ഇല്ല എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ചാർജർ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ചാർജർ ഇതാ കണക്ട് ചെയ്യാണ്. ഓക്കെ, കണ്ടല്ലോ. ഇനി നമുക്ക് അതിൽ നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ശരിക്കും ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ക്യാമറ ഒന്ന് സെറ്റാക്കട്ടെ, രണ്ടും ഒരുമിച്ച് കാണിക്കാം. കണ്ടോ 1.0 ആംപിയർ അവിടെ ചാർജ് കയറുന്നുണ്ട്. സ്ക്രീനിലിപ്പോൾ കണ്ടല്ലോ, ജസ്റ്റ് ചാർജിങ് ലോഗോ വന്ന്. അപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ് നമുക്കിവിടെ ഫിക്സ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എന്താ പറയുക, നമ്മളൊന്ന് മെനക്കെട്ടിരുന്നാൽ നമുക്ക് ഏത് കംപ്ലൈൻ്റ് ആണെങ്കിലും ഫിക്സ് ചെയ്യാവുന്നതാണ്. നമുക്ക് സ്പെയർ അവൈലബിൾ ആയിട്ടുള്ള എന്ത് കംപ്ലൈൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കംപ്ലൈൻറ്റ്സ് ഉള്ള ഫോണുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിലുണ്ട്, അതുപോലെ തന്നെ ബയോയിലുണ്ട്. അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺ റിപ്പയറിംഗ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ള SLC +2 ഡിഗ്രി ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അവർക്ക് ഈ ഒരു കോഴ്സ് വെറും 6 മാസം കൊണ്ട് പഠിച്ചെടുക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.